എൻ്റെ ഉപ്പാന്റെ മണം ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റൂലായിരുന്നു. കാരണം പുതയ്ക്കാൻ വേണ്ടിയിട്ട് രാത്രി ഉറങ്ങുമ്പോൾ പുതക്കാൻ ഞാൻ ഉപ്പാന്റെ തുണിയാണ് ഉപയോഗിക്കുക. എൻ്റെ ഉപ്പ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ ഉടുത്ത് ഊരിയിട്ട തുണി ഉണ്ടാവും, അതിനൊരു പ്രത്യേക മണമാണ്. ഉപ്പ കുട്ടിക്കൂറ പൗഡറാണ് ഉപയോഗിക്കുക. ഈ പൗഡറും ഉപ്പാന്റെ വിയർപ്പും കൂടിയൊക്കെ കലർന്നൊരു പ്രത്യേക മണം കേട്ടോ. ഈ മണം ഉണ്ടെങ്കിലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ചെറുപ്പത്തിലെ കുഞ്ഞു കുട്ടിയായപ്പോൾ മുതലേ എനിക്കുള്ള ശീലാണെന്ന് ഉമ്മ പറയും. അപ്പോൾ അത് ദിവസവും മുഖത്തിട്ട് അത് പുതച്ച് കിടക്കുന്നത് കൊണ്ട് എനിക്കതിൻ്റെ ഒരു മൂല്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതില്ലാണ്ടാവുമ്പോഴുള്ളൊരവസ്ഥ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് ഇണയുടെ അരിയിലേക്ക് പോയ അന്ന് അത് മനസ്സിലായി എന്താണ് ആ അവസ്ഥ എന്നുള്ളത്. ഉപ്പാന്റെ ആ പുതപ്പിന്റെ മണം ഇല്ലാത്തത് കൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഉറക്കം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഉപ്പയുടെ മണം വേണം, ഉപ്പയുടെ പുതപ്പ് വേണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് അടുത്ത ദിവസം കല്യാണം കഴിഞ്ഞ ഉമ്മയും എല്ലാവരും നമ്മളൊരു കാണാൻ വരലുണ്ട് അല്ലേ. പിറ്റേ ദിവസം നമ്മൾ വീട്ടിലേക്ക് കാണാൻ വരും, അടുക്കള കാണാൻ വരിക എന്നൊക്കെ പറയും. അന്ന് വരുമെന്ന് അറിഞ്ഞത് കൊണ്ട് ഉമ്മാനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ വരുമ്പോൾ ഉപ്പാൻ്റെ ഒരു തുണിയും കൊണ്ടുവരണം കേട്ടോ. അങ്ങനെ ഉമ്മ തുണിയും കൊണ്ടുവന്ന് ആ തുണി പുതച്ചിട്ടാണ്, ആ തുണി മുഖത്തിട്ടിട്ടാണ് ഞാൻ ഉറങ്ങാറ്. 2 ദിവസം മുൻപ് എയർപോർട്ടിൽ ഇരുന്ന സമയത്ത് ഞാൻ പഠിച്ചവനോട് കുറേ നന്ദി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉപ്പാനെ പഠിച്ചോനെ ഗൾഫുകാരനാക്കിയില്ലല്ലോ, എൻ്റെ ഇണയ പദംപുരാനെ ഗൾഫുകാരനാക്കിയില്ലല്ലോ എന്ന് ഞാൻ പഠിച്ചവനോട് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മാത്രമേ ഞാൻ പിരിഞ്ഞിരുന്നിട്ടുള്ളൂ. വർഷങ്ങളോളം പ്രവാസത്തിലേക്ക് കടക്കേണ്ടി വന്ന, തികച്ചും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രം പ്രവാസ ജീവിതത്തിലേക്ക് എത്തിപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളുടെ, സഹോദരി സഹോദരന്മാരുടെ ആ ഒരു വിധി എന്ന് പറയുന്നത് ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും കേൾക്കൂലേ, 10-30 വർഷം ഗൾഫിൽ നിന്നിട്ട് എന്തേ ഉണ്ടാക്കി, അല്ലെങ്കിൽ 40 വർഷം ഗൾഫിൽ നിന്നിട്ട് ഓനൊരു പുരയും കൂടെ ഇല്ല, ഈ കാലം ഗൾഫിൽ നിന്നിട്ട് എന്താ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എന്താ സമ്പാദിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ പഠിപ്പിച്ചു, കെട്ടിച്ചു, സഹായിച്ചു അല്ലെ, കുറെ മന്ദിരങ്ങൾ ഉണ്ടാക്കി, കുറെ എത്തീങ്ങാനകൾ ഉണ്ടാക്കി, കുറെ പള്ളികൾ ഉണ്ടാക്കി. നാട്ടിലുള്ള ഏത് നന്മകളിൽ നിന്നാണ് പ്രവാസികളെ ഒഴിവാക്കാൻ പറ്റുക? എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ നന്മകളിലും പ്രവാസികളുടെ പങ്കുണ്ടാവും. പരിശുദ്ധ ഖുർആൻ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് ഖുർആനിലൂടെ, നിങ്ങള് പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുക. ഒരുപക്ഷെ അംഗീകാരം ലഭിച്ചോളണമെന്നില്ല, ഒരുപക്ഷെ അതുകൊണ്ട് നേട്ടങ്ങളൊന്നും ലഭിച്ചുകൊള്ളണമെന്നില്ല, നാട്ടുകാര് നിങ്ങളെ പുകഴ്ത്തി പാടിക്കൊള്ളണമെന്നില്ല, നിങ്ങളെ ബഹുമാനിച്ചോളണമെന്നില്ല. പക്ഷേ ഉപാധികളില്ലാതെ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക.